തുറക്കുന്നത്. വ്യോമപാത അടച്ചതിനെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാരുടെ താമസ ചെലവ് വഹിക്കുമെന്ന് UAE അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇന്ന് തുറക്കുകയുമില്ല. അക്ഷയ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അക്ഷയ്, ഈ പോയ മണിക്കൂറുകളിലും ശക്തമായ ആക്രമണ ശ്രമങ്ങളാണോ അവിടെ നടന്നത്? അതൊക്കെ തടയുകയാണോ ചെയ്തത്? ദിവ്യ, എമിറേറ്റിൽ ഉടനീളം നിലവിൽ ഇറാന്റെ വ്യോമ ആക്രമണങ്ങളെ UAE പ്രതിരോധിക്കുന്നതിന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഈ ഒരു ശബ്ദത്തെ ഭയപ്പെടേണ്ടതില്ല, ഇത് പ്രതിരോധിക്കുന്ന ശബ്ദമാണ് എന്നുള്ളതാണ് ആദ്യമായി അധികൃതർ അറിയിക്കുന്നത്. കാരണം നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് ദുബായ് എയർപോർട്ടിന്റെ തൊട്ടടുത്താണ്. ഇതൊരു ഹോട്ട്സോൺ ആണ്. ഇതിന്റെ മുകളിൽ ഉൾപ്പെടെ ഈ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന വ്യോമ ആക്രമണങ്ങളെ UAE പ്രതിരോധിക്കുന്നതിന്റെ ശബ്ദങ്ങൾ ഉൾപ്പെടെ നമ്മൾ നിലവിലും ഇപ്പൊ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പോലും. അപ്പോ അത്തരത്തിൽ ഡ്രോണുകൾ, ഇറാൻ അയച്ച ഡ്രോണുകൾ പ്രതിരോധിക്കുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ദുബൈയിൽ 2 വീടുകളുടെ മുറ്റത്ത് ഈ അവശിഷ്ടങ്ങൾ തെറിച്ച് അങ്ങനെയാണ് 2 പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നത്. ഇതിൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം ആശ്രയിക്കുക എന്നുള്ളതാണ് വീണ്ടും അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം അല്പസമയം മുമ്പ് വന്നൊരു വാർത്ത, ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇന്ന് തുറക്കില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യം, അതായത് നിലവിൽ UAE വ്യോമപാത അടച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരുടെ താമസ ചിലവ് UAE വഹിക്കും എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്ത കൂടി UAE നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അല്പസമയം മുമ്പ് ഇത്തിഹാദ് ടവറിൽ, അതായത് അബുദാബിയിലെ തന്നെ പ്രധാനപ്പെട്ട ടവറുകളിൽ ഒന്നാണ് ഇത്തിഹാദ് ടവർ. അതിൽ വ്യോമാക്രമണം ഉണ്ടായിരുന്നു. അത് പ്രതിരോധിക്കുകയും അതിനിടയിൽ അവിടെ ജനങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയാണ്? സാധാരണ നിലയിൽ തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ഓഫീസുകളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയാണോ? നിലവിൽ ആളുകളുടെ ജീവിതത്തെ ദുബൈയിൽ അല്ലെങ്കിൽ UAE ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പരമാവധി ആളുകൾ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക. അല്ലാത്ത ആളുകൾ, ഒന്നാമത് ഇത് ഞായറാഴ്ച കൂടിയാണ്, അതിനാൽ തന്നെ ഓഫീസുകളെല്ലാം അവധി ആയതുകൊണ്ട് തന്നെ, ഒരുവിധം ഓഫീസുകളെല്ലാം അവധി ആയതുകൊണ്ട് തന്നെ ആളുകളോട് വീടുകളിൽ തുടരാൻ തന്നെയാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. പ്രധാനമായും ഈ പറയുന്ന അബുദാബിയിലും അതുപോലെ തന്നെ ദുബൈയിലും ഇറാന്റെ വ്യോമാക്രമണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡ്രോണുകളും മറ്റും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ ദുബൈയുടെ UAE അധികൃതർ. അപ്പോ ഇതിന്റെ ശബ്ദങ്ങളും മറ്റും ആളുകളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. പക്ഷേ നിലവിൽ മറ്റു രീതിയിലൊന്നും ആളുകളുടെ ജീവനോ മറ്റോ ആ രീതിയിൽ വലിയൊരു അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. സുരക്ഷിതമായി വീടിനകത്തുകളിൽ പരമാവധി കഴിയുക എന്നുള്ളത് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. കാരണം ഈ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി തെറിക്കുന്ന ചെറിയ സ്റ്റീലുകളും മറ്റും ഈ തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിലേക്ക് തെറിച്ച് വീഴാനും ഇത് ഒരു അപകടം ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ തന്നെ പരമാവധി ആളുകൾ സുരക്ഷിതരായി വീടുകളിൽ കഴിയുക, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ അറിയിക്കുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങരുത്, വീടുകളിൽ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നു. വിവിധയിടങ്ങളിലായി ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.